അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഇരിക്കുന്ന സമയത്ത് ഒരു യഹൂദിയുടെ ജനാസ കടന്നു പോവുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഭാവികമായും എഴുന്നേറ്റ് നിന്നു, അതിനോടുള്ള ഒരു ആദരവ് എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ സഹാബികൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, അതൊരു ജൂതനല്ലേ, ഒരു ജൂതന്റെ ശവശരീരമല്ലേ, എന്തിനാണ് താങ്കൾ എഴുന്നേറ്റ് നിന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളും ഒരു അലൈസത്ത് നഫ്സൻ, ഒരു ജീവനുള്ളവനായിരുന്നല്ലോ എന്ന്. അഥവാ അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ കണ്ടിരുന്നത്. ഏത് മതമാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും മനുഷ്യർ എന്നുള്ള നിലക്ക് മനുഷ്യർക്ക് നൽകേണ്ട പരിഗണന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നൽകിയിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ, മനുഷ്യരെ പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ, വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ചരിത്രങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനവും ഈ സന്ദർഭവും നമ്മുടെ മനസ്സിലൂടെ ഇടയ്ക്കിടയ്ക്ക് കടന്നു പോകേണ്ടതാണ്. പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം ബഹുമാനിക്കുവാനും കലാപങ്ങളോ ശത്രുതയോ ഇല്ലാതെ മാതൃകാപരമായി ജീവിക്കുവാനും വർഷങ്ങളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കലാപങ്ങളും സംഘട്ടനങ്ങളും സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തെ സംരക്ഷിക്കുമാറ് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.